ONV സ്മൃതി ഗീതത്തോടെ കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിനായി ONV കൾച്ചറൽ അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ EM നജീബ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട അതിഥികളെ, ബഹുമാന്യരെ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ONV കുറുപ്പ് സാറിൻ്റെ ദീപ്തമായ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ആദരം അർപ്പിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ഇവിടെ നിങ്ങൾക്കറിയാവുന്നതുപോലെ ONV സാറിൻ്റെ 94ാമത് ജയന്തി ആഘോഷവും ONV സാഹിത്യ പുരസ്കാര ചടങ്ങുമാണ് ഇവിടെ നടക്കുന്നത്. ഇന്ന് 8ാമത് സാഹിത്യ പുരസ്കാരമാണ് ഇവിടെ സമർപ്പിക്കപ്പെടുന്നത്. പ്രിയമുള്ള ശ്രീമതി സുഗതകുമാരി ടീച്ചർ, ശ്രീ MT, ശ്രീമതി ലീലാവതി ടീച്ചർ, ശ്രീ അക്കിത്തം, ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ T പത്മനാഭൻ, ശ്രീമതി പ്രതിഭ റായി എന്നിവരാണ് മലയാളം സാഹിത്യ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. അതുപോലെ തന്നെ നവ എഴുത്തുകാർക്കുള്ള യുവസാഹിത്യ അവാർഡുകളും കഴിഞ്ഞ 8 വർഷവും നമ്മൾ നൽകുകയുണ്ടായി. മലയാള സാഹിത്യ പുരസ്കാര രംഗത്ത് ഏറ്റവും വലിയ തുക നൽകുന്ന ഒരു പുരസ്കാരം കൂടിയാണിത്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻറ്റോയുമാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഈ വർഷം ഈ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഇതിന് ജൂറി ഐകകണ്ഠേന നിർദ്ദേശിച്ച ശ്രീ പ്രഭാ വർമ്മയാണ്. വയലാർ സാഹിത്യ പുരസ്കാരം, സരസ്വതി സമ്മാൻ അടക്കമുള്ള ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രമുഖമായിട്ടുള്ള എല്ലാ പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള മലയാള സാഹിത്യരംഗത്ത്, പ്രത്യേകിച്ച് കവിതാരംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കവി ശ്രീ പ്രഭാ വർമ്മയ്ക്ക് പുരസ്കാരം നൽകുന്നതിന് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അദ്ദേഹത്തെ ഇവിടെ ഹാർദവുമായി അഭിനന്ദിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ONV കൾച്ചറൽ അക്കാദമിയുടെ ചെയർമാനും ലോകോത്തര സിനിമാ രംഗത്ത് മലയാള സിനിമയ്ക്ക് തനതായ ഒരു സ്ഥാനം നേടിയെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ONV കൾച്ചറൽ അക്കാദമിയുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ആശംസ അർപ്പിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകനും നിരൂപകനുമായ ശ്രീ PK രാജശേഖരനാണ്. അദ്ദേഹത്തെ ONV അക്കാദമി, സാഹിത്യ അക്കാദമിക്ക് വേണ്ടി ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ONV അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് സംസ്കൃത മലയാള ഭാഷാ രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർ അന്നപൂർണ ദേവിയാണ്. മാഡത്തിനെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുരസ്കാര സമർപ്പണത്തോടൊപ്പം നടക്കുന്ന പ്രശസ്തി പത്രത്തിൻ്റെ പാരായണം ONV കൾച്ചറൽ അക്കാദമിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ രാജമോഹൻ സാറാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരി കൾച്ചറൽ അക്കാദമിയുടെ ഭാഗമാണെങ്കിലും തൻ്റേതായ സാഹിത്യ സപര്യയിലൂടെ, തൻ്റേതായ സൃഷ്ടികളിലൂടെ ഒരിക്കലും അവഗണിക്കാൻ കഴിയാത്ത രൂപത്തിൽ സാഹിത്യരംഗത്ത് വളരെ പ്രശസ്തമായ നിലയിൽ നിൽക്കുന്ന കവിതാരചനകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാ വർമ്മയാണ് ഈ അവാർഡിന് അർഹനാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഓരോരുത്തരുടെയും പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുക. ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിക്കുന്നത് ONV കൾച്ചറൽ അക്കാദമിയുടെ സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ സനൽകുമാറാണ്. സനൽകുമാറിനെ ഔപചാരികത പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുക. ഈ സാഹിത്യ പുരസ്കാര ചടങ്ങിലും ONV കൾച്ചറൽ അക്കാദമി സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളും പരിപാടികളിലും വന്നെത്തിച്ചേരുന്ന വലിയ സഹൃദരായ ഒരു കൂട്ടമുണ്ട്, വ്യക്തികളുണ്ട്, സംഘടനാ പ്രതിനിധികളുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. മഴയാണെങ്കിൽ വളരെ ഹൃദ്യമായ ഒരു അനുഭവമാണിത്. ഈ ONV സാറിൻ്റെ സാഹിത്യ രചനകളെയും അദ്ദേഹം നൽകിയ സംഭാവനകളെയും വളരെ ആദരപൂർവ്വം കാണുന്നവരാണ് അവരെല്ലാവരും. ഞങ്ങളെ ഓരോരുത്തരെയും, എല്ലാ സഹൃദയരെയും ഞാൻ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ONV കൾച്ചറൽ അക്കാദമിക്ക് വേണ്ടി ONV കൾച്ചറൽ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്ക്
എല്ലാവിധ പിന്തുണയും നൽകുന്ന വലിയ ഒരു കൂട്ടം മാധ്യമപ്രവർത്തകരുണ്ട്. എല്ലാ പ്രാവശ്യവും ഒരുപാട് പ്രോത്സാഹനവും പ്രചാരണവുമാണ് അവർ നൽകുന്നത്. മാധ്യമ സുഹൃത്തുക്കളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിപാടിക്ക് ശേഷം ഇവിടെ പറഞ്ഞതുപോലെ ONV സാറിൻ്റെ തന്നെ കവിതകളും അതുപോലെ തന്നെ അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ പ്രഭാവർമ്മയുടെ കവിതകളുമൊക്കെ ഇവിടെ ഒരു ഗായക സംഘം ആലപിക്കുന്നുണ്ട്. പ്രശസ്ത ഗായകരായ വിധു പ്രതാപ്, അപർണ രാജീവ്, കല്ലറ ഗോപൻ, ജി ശ്രീറാം, രാജീവ് ONV, കമുകറ ശ്രീകുമാർ, ഖാലിദ്, കാഞ്ചന ശ്രീറാം, മീനാക്ഷി എന്നിവരോടൊപ്പം സൂര്യഗാഥ ഗായകമണ്ഡലത്തിലെ 25ഓളം ഗായകരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവരെ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ നമ്മുടെ ONV കുറുപ്പ് സാറിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സരോജിനി ടീച്ചർ, രാജീവ്, ദേവിക രാജീവ്, ഡോക്ടർ മായ, ഡോക്ടർ ജയകൃഷ്ണൻ, അപർണ, എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അല്ലാതെ തന്നെ റോസ്മേരി, ഡോക്ടർ ജോർജ് ഉണക്കൂർ, കായംകുളം യൂനുസ്, അഡ്വക്കേറ്റ് A റഷീദ്, മഹാദേവൻ തമ്പി തുടങ്ങി വളരെ പ്രശസ്തരായ ഒരുപാട് പേരിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. എല്ലാവരെയും നിങ്ങളുടെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അധ്യക്ഷ പ്രസംഗത്തിനും തുടർന്ന് ONV സാഹിത്യ പുരസ്കാര സമർപ്പണത്തിനുമായി ONV കൾച്ചറൽ അക്കാദമിയുടെ അധ്യക്ഷനും വിഖ്യാത ചലച്ചിത്രകാരനുമായ പത്മവിഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ EM നജീബ്, പ്രശസ്തി പത്രപാരായണം നടത്താനുള്ള ശ്രീ G രാജ്മോഹൻ, ONV അനുസ്മരണം നടത്തുന്ന ഡോക്ടർ അന്നപൂർണ ദേവി, ആശംസ നടത്തുന്ന ശ്രീ PK രാജശേഖരൻ, ഇന്ന് ശ്രീ ONV സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീ പ്രഭാവർമ്മ, കൃതജ്ഞത പറയാനുള്ള ശ്രീ MB സനൽകുമാർ, ONV സാറിൻ്റെ പ്രിയപത്നി ശ്രീമതി സരോജിനി ടീച്ചർ, ONV കുടുംബാംഗങ്ങളെ, ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത് ഒരു മഹാകവിയുടെ 94ാമത് ജന്മദിനമാണ്. താൻ ജീവിച്ചിരുന്ന കാലത്തിനപ്പുറത്തേക്കും പ്രസക്തി പ്രസരിപ്പിച്ച ഒരു അപൂർവ പ്രതിഭയുടെ ജന്മദിനം. ONV സാറിൻ്റെ ആത്മകഥാപരമായ പോക്കുവെയിൽ മണ്ണിലെഴുതിയത് അവസാനിക്കുന്നത് അത്യന്തം ആലോചനാമൃതമായ ഒരു വാക്യത്തിലാണ്. ഒരു ദിവസം ഭൂമി എന്ന വാടക വീട് ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഏറ്റവും ചൈതന്യവത്തായ ഒരംശം ഞാനിവിടെ ഉപേക്ഷിച്ചു പോകും. അതാണ് എൻ്റെ കവിത. കവിതയുടെ കാര്യത്തിൽ തർക്കമില്ല, ഏറ്റവും ചൈതന്യവത്ത് തന്നെ. പക്ഷേ കവിത മാത്രമല്ല ONV നമുക്കായി പങ്കിട്ടു പോയത്. ആദരണീയമായ ഒത്തുതീർപ്പുകൾക്കൊരുങ്ങാത്ത അന്തസ്സുറ്റ വ്യക്തിജീവിതം, സ്നേഹവും സന്തോഷവും നിറഞ്ഞ കുടുംബജീവിതം, അനന്യമായ അധ്യാപന ശൈലി, സരളഗംഭീരമായ വാഗ്മിത്വം, നിർവിശേഷമായ ശിഷ്യവാത്സല്യം, അപാരമായ മനുഷ്യസ്നേഹം, ഒക്കെയും ഉപരി സകല ചരാചരങ്ങളോടുമുള്ള കരുതൽ, ആത്മബന്ധം, സൂര്യനും ഭൂമിയും ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിനെ പറ്റിയുള്ള ആശങ്കകൾ, ഇങ്ങനെ തികച്ചും അസാധാരണമായിരുന്നു ഈ കവിയുടെ എണ്ണിയാലൊടുങ്ങാത്ത സവിശേഷതകൾ. കവിതയ്ക്കും കലാകാരനുമൊക്കെ സമൂഹം ഒരു പരിധിവരെ അനുവദിച്ചിരുന്ന അയവുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സാർ കലാകാരൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കവിയാണെന്ന് പറഞ്ഞാൽ, പണ്ട് ചങ്ങമ്പുഴ ഉണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടായിരുന്നു മലയാളത്തിൽ. ചങ്ങമ്പുഴയെപ്പറ്റി വളരെ ഏറെ ആദരവ് പുലർത്തിയിരുന്ന കവികളിൽ ഒരാളായിരുന്നു, യുവകവികളിൽ ഒരാളായിരുന്നു
ONV സാറെങ്കിലും അദ്ദേഹം ഒരിക്കലും ചങ്ങമ്പുഴയുടെ വ്യക്തി ജീവിതത്തിലെ വൈശിഷ്ട്യങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനോ ഏറ്റെടുക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതും വളരെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ ഈ സമൂഹം കലാകാരന്മാർക്കായി ഒരു പരിധിവരെ അനുവദിച്ചു നൽകിയിരുന്ന അയവുകളിൽ ഒന്നുപോലും ആവശ്യപ്പെടാത്ത വേറിട്ടൊരു കവിയും മനുഷ്യനുമായിരുന്നു ONV സാറ്. പരമ്പരാഗതമായ ധാരണകൾ അദ്ദേഹം പൊളിച്ചെഴുതി. കാരണം ജീവിതത്തിൻ്റെ എല്ലാ സരണികളിലും ഒരു മാർഗദർശനം നടത്തിയ ആളായിരുന്നു ONV സാറ്. സാറിനെ പറ്റി ഇവിടെ വളരെ ദീർഘമായിട്ടുള്ള പ്രഭാഷണങ്ങൾ നടക്കാനിരിക്കുന്നത് കൊണ്ട് അധ്യക്ഷൻ എന്നുള്ള എൻ്റെ വാക്കുകൾ വളരെ ചുരുക്കുകയാണ്. ഈ വർഷത്തെ ONV സാഹിത്യ പുരസ്കാരം നേടുന്ന പ്രശസ്ത കവി ശ്രീ പ്രഭാവർമ്മയെ പറ്റി 2 വാക്ക് പറയാതെ ഞാൻ എൻ്റെ ചെറിയ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ശരിയായിരിക്കുകയില്ല. ഈ രാജ്യത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സരസ്വതി സമ്മാൻ ഉൾപ്പെടെ നിരവധി സുപ്രധാന പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ പ്രഭാവർമ്മയ്ക്ക് വൈകിയാണെങ്കിലും എന്നുള്ളത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. ONV സാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം നൽകുന്നതിൽ അക്കാദമി പ്രവർത്തകർക്ക് അതിയായ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ വിവരം ഞാൻ ശ്രീ വർമ്മയോട് വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ പ്രധാനമായിരുന്നു. ONV സാറിൻ്റെ അനുഗ്രഹമാണ് എന്ന്. എത്ര മനോഹരമായ പ്രതികരണമായിരുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള ഒരു വിദഗ്ധ സമിതി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. നമുക്കെല്ലാവർക്കും അഭിമാനത്തിൻ്റെ നിമിഷമാണ് ആ കാര്യത്തിൽ. തുടർന്നുള്ള ദീർഘമായ പ്രഭാഷണങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാനിരിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ. ഇനി 2025 ONV സാഹിത്യ പുരസ്കാര സമർപ്പണമാണ്. പുരസ്കാരം സ്വീകരിക്കുന്നതിനായി പ്രശസ്ത കവിയും സരസ്വതി സമ്മാൻ ജേതാവുമായ ശ്രീ പ്രഭാവർമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഒപ്പം പുരസ്കാര സമർപ്പണത്തിനായി ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെയും ക്ഷണിക്കുന്നു. പ്രശസ്തിപത്ര പാരായണത്തിനായി ONV കൾച്ചറൽ അക്കാദമിയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായ ശ്രീ G. രാജ്മോഹനെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. സമാരാധ്യനായ അധ്യക്ഷൻ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ശ്രീ പ്രഭാവർമ്മ, ശ്രീ രാജശേഖരൻ, ശ്രീ നജീബ്, ശ്രീ സനൽകുമാർ, അന്നപൂർണ ദേവി, പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ONV കുറുപ്പ് സാറിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പ്രശസ്തിപത്രം വായിക്കട്ടെ. നവോത്ഥാനാനന്തര മലയാള കവിതയിൽ നമ്മുടെ ഋതുപ്പകർച്ചകളും മാനവിക ബലങ്ങളും സാമൂഹിക മാറ്റങ്ങളും അഗാധമായി അടയാളപ്പെടുത്തിയ മനുഷ്യപക്ഷ മഹാകവിയാണ് ONV കുറുപ്പ്. മണ്ണിൻ്റെ സ്വപ്നങ്ങളെ വെണ്ണിലേക്കും പെണ്ണിൻ്റെ സൗഭാഗ്യങ്ങൾ മണ്ണിലേക്ക് എത്തിക്കാൻ വിപ്ലവ കാൽപ്പനികതയ്ക്ക് പേശീബലം നൽകിയ സ്നേഹജാഗ്രതയുടെ വിശ്വകവി. എല്ലാ ഉണർച്ചകളുടെയും ഉണർവായി, എല്ലാ പുഴകളുടെയും അടിയൊഴുക്കായി, എല്ലാ മാറ്റങ്ങൾക്കുമിടയിലെ മാറ്റമായി, മനുഷ്യവംശത്തിൻ്റെ മാതൃഭാഷയായി ONV കവിത ഇന്നും നാടിനെ ഉണർത്തുന്നുണ്ട്. ജാതിഭേദമില്ലാത്ത സമൂഹം, ചൂഷണമുക്തമായ മനുഷ്യവംശം, അടിമത്തമില്ലാത്ത മാനവചരിത്രം തുടങ്ങിയ മഹാസ്വപ്നങ്ങളാണ് ONV കവിത എക്കാലത്ത് നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. കവിത കൊണ്ട് ഒരു കാലം സൃഷ്ടിച്ച മഹാകവിയാണ് ONV കുറുപ്പ്. ആ മഹാകവിയുടെ സ്മരണയ്ക്കായി ONV കൾച്ചറൽ അക്കാദമി നൽകിപ്പോരുന്ന ദേശീയ സാഹിത്യ പുരസ്കാരത്തിന് ഇത്തവണ പ്രശസ്ത കവി പ്രഭാവർമ്മ അർഹനായിരിക്കുന്നു. ആധുനിക മലയാള കവിതയിൽ ONVയുടെ പിന്തുണച്ച് അവകാശപ്പെടാവുന്ന കവിയാണ്
ശ്രീ പ്രഭാവർമ്മ. സമാനതകളില്ലാത്ത സമനില കൊണ്ട് പല തലമുറകളെയും ഭിന്ന ഭാവുകത്വങ്ങളെയും അസാധാരണമാം വിധം കൂട്ടിയടക്കുന്ന അപൂർവം കവികളൊരാളാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തിൻ്റെ കവിതകളുടെ മൗലികതയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് മനുഷ്യവർഗ ചരിത്രബോധമാണ്. സംസ്കൃത വൃത്തങ്ങളും ദണ്ഡകങ്ങളും മലയാള വൃത്തങ്ങളും നാട്ടുതാളങ്ങളും ഒരുപോലെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കാവ്യഭാവുകത്വങ്ങളെ അത്ഭുതകരമാം വിധം പ്രഭാവർമ്മ കവിത നവീകരിച്ചു. അരനൂറ്റാണ്ടിലേറെ കാലമായി പ്രസ്ഥാന ഭേദങ്ങൾക്കതീതമായ മാനവികതയാണ് തൻ്റെ എണ്ണമറ്റ കവിതകളിൽ അദ്ദേഹം സാക്ഷാത്കരിച്ചത്. കവി, പത്രപ്രവർത്തകൻ, പ്രബന്ധകാരൻ, നോവലിസ്റ്റ്, ഗാനരചയിതാവ്, പ്രഭാഷകൻ തുടങ്ങി പ്രഭാവർമ്മയുടെ പ്രതിഭ വ്യാപരിക്കാത്ത മേഖലകൾ വിരളമാണ്. ശ്യാമമാധവം, കരൾ ചെലമ്പ്, രൗദ്രസാത്വികം തുടങ്ങിയ കാവ്യങ്ങളിലൂടെ മലയാളത്തിൻ്റെ പുതുകവിതയിൽ പ്രഭാവർമ്മ ഒറ്റയ്ക്കൊരു കാവ്യചരിത്രം സൃഷ്ടിച്ചു. സരസ്വതി സമ്മാനിലൂടെ നമ്മുടെ കവിതയെ അദ്ദേഹം ദേശീയ ധാരയിലേക്ക് ഉയർത്തി. മനുഷ്യനുമായി ബന്ധപ്പെട്ട ഉത്തമ സംസ്കാര ബലം സമഗ്രമായി സന്നിവേശിപ്പിച്ച സമ്യക് ദർശനമാണ് പ്രഭാവർമ്മ കവിതയെ കാലത്തിനപ്പുറത്തേക്ക് വളർത്തുന്നത്. യുഗസൃഷ്ടാവായ മഹാകവി ONVയുടെ പേരിലുള്ള സാഹിത്യ പുരസ്കാരം ആ കാവ്യ മാനവികതയുടെ പുതുകാല കാവൽക്കാരനായ പ്രഭാവർമ്മയ്ക്ക് സമർപ്പിക്കുന്നതിൽ ONV കൾച്ചർ അക്കാദമിക്ക് അനൽപമായ ചാരിതാർത്ഥ്യവും അഭിമാനവുമുണ്ട്. നന്ദി. നന്ദി സാർ. ഇനി ONV അനുസ്മരണ പ്രഭാഷണമാണ്. അതിനായി യൂണിവേഴ്സിറ്റി കോളേജ് സംസ്കൃത വിഭാഗം മേധാവി ഡോക്ടർ അന്നപൂർണ ദേവിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധ്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ശ്രീ പ്രഭാവർമ്മ സാർ, രാജ്മോഹൻ സാർ, നജീബ് സാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും സാദര പ്രണാമം. ആകാശവും എൻ്റെ മനസ്സുമൊഴിഞ്ഞു കിടക്കുന്നു, ആ വഴി പോയി മറയുകയായൻ പകലും പറവകളും. എങ്കിലും അതിൽ നിശൂന്യതയുടെ നീലിമ നിറയുന്നു, എങ്ങനെയതു ഞാനെൻ വാക്കിൽ കോരി നിറയ്ക്കുന്നു. ആകാശവും എൻ്റെ മനസ്സും പൂപൊലി പാടുന്നു, 1000 ഋതുപുഷ്പം തേടി തൊടികളിലലയുന്നു. എങ്കിലും ഒരു പൂക്കളമിട്ടാലുടനതു മായ്ക്കുന്നു, എങ്ങനെയാ തീരാപ്പാടുകൾ വാക്കുകളാവുന്നു. എങ്ങും നിറയുന്ന നിശൂന്യതയുടെ നീലിമയെ വാക്കുകളിലേക്ക് കോരി നിറച്ച് മനസ്സിലെ തീരാപ്പാടുകളെ വാക്കുകളാക്കി ഉരുക്കിയെടുത്ത ONV എന്ന ത്രക്ഷരം മലയാള കവിതയുടെ സൗഭാഗ്യമായി പെയ്തിറങ്ങി. അതിൻ്റെ 94ാം ജന്മവാർഷികത്തിലാണ് നമ്മളിപ്പോൾ. കവി തന്നെ കവിയുടെ സർഗപ്രക്രിയയെക്കുറിച്ച് വർണ്ണിച്ച കവിതയാണ് ആകാശവും എൻ്റെ മനസ്സും എന്നത്. അതുപോലെ ലളിതസുന്ദരമായ പദങ്ങൾ കൊണ്ട് ഭാവസാന്ദ്രമായ സ്നേഹാക്ഷരങ്ങൾ കുറിച്ച് വളരെ സ്വാഭാവികമായി ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറിയ ഒരു കവിയാണ് ONV. ഒരു കഥയുള്ളിൽ ഒളിപ്പിച്ചു വെച്ച് അത് ഇതൾ വിടർന്ന് വരുന്ന ഒരു അനുഭൂതി ഉണ്ടാക്കുന്ന നിരവധി കവിതകൾ, മലയാളത്തിൻ്റെ തനതു താളത്തിൽ പിറന്നു വീണ വരികൾ, മനുഷ്യ മനസ്സിൻ്റെ ഓരോ അവസ്ഥകളെ പ്രതിനിധാനം ചെയ്യുന്ന വിപ്ലവത്തിൻ്റെ, വീര്യത്തിൻ്റെയും അമർഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിരാസത്തിൻ്റെയും ചെറിയ ചെറിയ സന്തോഷങ്ങളുടെയും സന്താപങ്ങളുടെയും എല്ലാം സങ്കലനമാണ് ONV കവിത. എന്നാൽ അതിലെല്ലാം ദാർശനികതയുടെ അന്തർലീനമായിരിക്കുന്ന ദാർശനികത നമുക്ക് കാണാനാവും. വേദനിക്കിലും വേദനിപ്പിക്കലും വേണം ഈ സ്നേഹബന്ധങ്ങൾ ഊഴിയിൽ എന്ന് സ്നേഹത്തിൻ്റെ അനിവാര്യതയെ ഉറപ്പിച്ചു നിർത്തിയ കവിയാണ്
ശ്രീ ONV കുറുപ്പ്. സമകാലികമായ സാമൂഹ്യ പ്രശ്നങ്ങളോട് ശക്തമായി പ്രതികരിച്ച നിരവധി കവിതകൾ മലയാളത്തിന് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട്. ഭൂമിക്കൊരു ചരമഗീതം പോലെയൊക്കെ ഒരുപാട് കവിതകൾ, അതുപോലെ സ്ത്രീജീവിത ദുഃഖങ്ങളെ, അപമാനങ്ങളെയൊക്കെ അവതരിപ്പിച്ച നിരവധി കവിതകൾ. പേടിച്ചരണ്ട നിൻ കണ്ണുകൾ രാപ്പകൽ തേടുന്നതാരെയെന്നറിവൂ ഞാൻ, മാരനെയല്ല മണാളനെയല്ല നിന്മാനം കാക്കുമോരാങ്ങളയെ. ഇതൊരു സർവകാലികമായ ദുഃഖമാണ്. ഇതേ അവസ്ഥ തന്നെയാണ് കേശമിതു കണ്ടുവോ എന്ന് തുടങ്ങുന്ന കവിതയിലും കവി അവതരിപ്പിച്ചിരിക്കുന്നത്. കൗരവസഭയിലേക്ക് ശ്രീകൃഷ്ണൻ പോകുമ്പോൾ യുദ്ധം ഒഴിവാക്കാനായി പോകുന്ന കൃഷ്ണൻ്റെ മുമ്പിൽ വന്ന് കേശമിതു കണ്ടു നീ കേശവ ഗമിക്കണം എന്ന് പറയുന്ന പ്രസിദ്ധമായ ആട്ടക്കഥാഭാഗത്തെ ഉദ്ധരിച്ചുകൊണ്ട് സമകാലികമായ സ്ത്രീജീവിത അപമാനങ്ങളെ അവതരിപ്പിക്കുന്ന കവിതയാണ് കേശമിതു കണ്ടുവോ. അതുപോലെ തന്നെ തൻ്റെ ഉള്ളിൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമിടിപ്പിൻ്റെ താളം ഭൈരവൻ്റെ തുടിയായി അദ്ദേഹം കാണുന്നു. ആവൂ നിനക്കുമുറക്കം വരുന്നുവോ, രാവും പകലുമെൻ കൊച്ചു മൺകൂരയ്ക്കു കാവലിരിക്കുന്ന സാധുഹൃദയമേ, കാതിലടക്കം പറയുന്നതെന്തു നീ, നിർത്താതെ നിദ്രയുമില്ലാതെ മാത്രകൾ തെറ്റാതെ എത്രയോ കാലമായിങ്ങനെ നിന്റെ കടുംതുടി കൊട്ടുന്നു നീ, ഇങ്ങു നിന്റെ ഉണർവിനെ നീ തന്നെ തോറ്റുന്നു. 1001 നിശകളിൽ നിർത്താതെ കഥ പറഞ്ഞെന്നതിൻ വിസ്മയം ഇന്നെത്ര നിസ്സാരമാകുന്നു. നീ എൻ്റെ മൺപുരയ്ക്കുള്ളിലിരുന്നേകദാനമായി നിർത്താതെ വിശ്രമമില്ലാതെ മാത്രകൾ തെറ്റാതെ എത്രയോ കാലമായിങ്ങനെ നിന്റെ കടുംതുടി കൊട്ടി ഈ മൃണ്മയ മന്ദിരം ജീവന്റെ ആലയമാക്കുന്നു. രാവും പകലും എൻ കൊച്ചു മൺകൂരയ്ക്കു കാവലിരിക്കുന്ന സാധുഹൃദയമേ, ആവൂ നിനക്കും മയക്കം വരുന്നുവോ, ജീവന്റെ സോപാനഗായകനോ കാലഭൈരവനോ നീ, കടുംതുടി താളമിതാരുടെ ജീവന്റെ അല്ല മൃതിയുടെ. ജീവിച്ചിരുന്ന കാലഘട്ടത്തെയോ ദേശത്തെയോ പറ്റി കൃത്യമായ ചരിത്രരേഖകളില്ലെങ്കിൽ പോലും വളരെ ശക്തമായ നിരവധി കെട്ടുകഥകൾ വിശ്വമഹാകവി കാളിദാസനെക്കുറിച്ച് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ശാകുന്തളത്തിലൂടെയും മേഘദൂതത്തിലൂടെയും കുമാരസംഭവത്തിലൂടെയും ഒക്കെ ഉദാത്ത സ്നേഹമാതൃകകൾ മാനവരാശിക്ക് കാട്ടിത്തന്ന ദേശകാലാതീതനായ മഹാകവിയെക്കുറിച്ച് കേട്ട ഈ ദുഷ്പ്രചരണങ്ങൾ ONV എന്ന സഹൃദയനെ വളരെയധികം അസ്വസ്ഥനാക്കി. അങ്ങനെ കാളിദാസ കാവ്യങ്ങളിലൂടെ അസ്വസ്ഥമായൊരാത്മാവ് നടത്തിയ യാത്രയാണ് ഉജ്ജയിനി എന്ന കാവ്യമായി പരിണമിച്ചത്. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പറഞ്ഞാൽ, ചരിത്രം ഇരുട്ടിലാകുമ്പോൾ ഹൃദയമിഴി കാണുന്ന സത്യം. എന്നെയോർത്തെന്തേ നിങ്ങൾ അസ്വസ്ഥനാവാൻ, അത്രയ്ക്കെന്താവോ നാം ബന്ധം നമുക്കന്യോന്യം, പറയൂ നീ. പറയാനറിയില്ലെന്നാകിലും അത് ഭാവസ്ഥിരമാം ജന്മാന്തര സൗഹൃദമെന്നായി വരും. കാലത്തെ ജയിക്കും അക്കാവ്യങ്ങൾ എന്നെപ്പോലെ കാലവീഥികൾ താണ്ടും പാന്ധനുപാധേയമാം സ്വന്തമാം രക്തം നൊന്തു കടഞ്ഞിട്ടതിൽ നിന്നും പൊന്തിടും അമൃതല്ലീ ആ കാവ്യപാത്രങ്ങളിൽ. തൽപ്പാനലഹരിയിൽ ദേവത്വമാളും വെറും മർത്യരിലൊരാൾ ഞാനും എന്നോർത്തു പറഞ്ഞാലും. കവിയുടെയും സഹൃദയൻ്റെയും ആത്മബന്ധമാണിത്. കവിയുടെ യശസ് നിലനിർത്തേണ്ട ഉത്തരവാദിത്വം സഹൃദയൻ ഇവിടെ സ്വയം ഏറ്റെടുക്കുകയാണ്. സദയമിനി സാക്ഷിയാക്കുക ഭവാൻ, തവ ഹൃദയം തപിപ്പിക്കും സത്യത്തിനെന്നെ കൂടി. വിക്രമാദിത്യൻ വാണപുരി എന്നതേക്കാളും
ഉജ്ജയിനിയെ ഓർക്കും കാലമങ്ങയിൽ കൂടി. ശ്രീമയമാകുന്നൊരാ നഗരം വെടിഞ്ഞെന്തേ ഈ രാമഗിരിയിലേക്കേകനായി ഭവാൻ പോന്നു. ഏതപവാദത്തിനും മീതെ ആ സത്യത്തിൻ ഗാഥ ഞാൻ വരും തലമുറകൾക്കായി പാടാം. ഇവിടെ കാളിദാസ ഹൃദയം തേടുന്നതിലൂടെ തൻ്റെ തന്നെ സ്വത്വാന്വേഷണമാണ് ONV നടത്തുന്നത്. സൂര്യചന്ദ്രാദികളായി പ്രത്യക്ഷമാകുന്ന ശക്തിവിശേഷങ്ങളിലൂടെ ഈശ്വരനെ ദർശിച്ച കാളിദാസ കവിയുമായുള്ള താദാത്മ്യം ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ഒരു സഞ്ചാരമാണത്. രാജ്യത്തിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ ജ്ഞാനപീഠത്തിലേക്ക് എത്തി നിന്ന ഒരു കാവ്യസപര്യ. ആ കാവ്യസപര്യയ്ക്ക് മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഒരു മഹാകാവ്യപ്രപഞ്ചത്തെ അതിൻ്റെ ചില അംശങ്ങൾ മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സൂചിപ്പിച്ചത്. ഇന്ന് ഈ വേദിയിൽ ONV സാഹിത്യ പുരസ്കാരം നൽകി നമ്മൾ ആദരിച്ചത് ശ്രീ പ്രഭാവർമ്മയാണ്. അതിന് നമ്മളെല്ലാം സാക്ഷിയായി. പ്രഭാവർമ്മ സാറിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകം ശ്യാമമാധവം തന്നെയാവാം. അതിൻ്റെ അവതാരികയായി ONVയുടെ അനുഗ്രഹം അദ്ദേഹത്തിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട്. ആ അവതാരികയിൽ ONV സാർ തന്നെ കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ്: ആശാനേന്തിയ പന്തം ഏറ്റുവാങ്ങിയവരിൽ പ്രമുഖൻ വൈലോപ്പിള്ളിയാണെങ്കിൽ വൈലോപ്പിള്ളിയിൽ നിന്ന് ആ പന്തം ഏറ്റുവാങ്ങിയ പുതിയ കാലത്തെ കവിയായി പ്രഭാവർമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്നാണ് ശ്യാമമാധവത്തെ മുൻനിർത്തി അതിൻ്റെ അവതാരികയിൽ ONV എഴുതിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹമായ കൈകളിൽ തന്നെ, ഏറ്റവും ഭദ്രമായ കൈകളിൽ തന്നെയാണ് ഈ പുരസ്കാരം എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ONVയുടെ തന്നെ നിശ്ചയമാണ്. കാലത്തിന് മുന്നേ ONV തന്നെ നിശ്ചയിച്ച ഒരു പുരസ്കാരം തന്നെയാണിത്. എല്ലാവർക്കും സാദര പ്രണാമം. ഇങ്ങനെ ഒരു അവസരത്തിന്, ഒരു മഹാകവിയെ ഓർമ്മിക്കാനുള്ള ഈ വാക്കുകളുടെ ഈ അവസരത്തിന് ഇതിൻ്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. വളരെ നന്ദി. അടുത്തത് ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി പ്രശസ്ത എഴുത്തുകാരനും നിരൂപകനുമായ ശ്രീ PK രാജശേഖരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ബഹുമാന്യരെ, ONV സാറിൻ്റെ പേരിലുള്ള ഈ ആദരണീയമായ പുരസ്കാരം ലഭിച്ചതിന് ശ്രീ പ്രഭാവർമ്മയെ അഭിനന്ദിക്കട്ടെ ആദ്യമായി. അത് മാത്രമല്ല, ഈ പുരസ്കാരം ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും ചെറുപ്പക്കാരനായ കവി എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് പ്രഭാവർമ്മയ്ക്ക്. അതുകൊണ്ട് എൻ്റെ പ്രതീക്ഷ ഈ പുരസ്കാരം ഇനി കൂടുതൽ ചെറുപ്പക്കാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് മുമ്പൊക്കെ 80 വയസ്സിന് മീതെ പ്രായമുള്ളവർക്ക് ഇത് കിട്ടിയിരുന്നുള്ളൂ. അങ്ങനെ മലയാള കവിതയുടെ യുവത്വത്തെ ONV കൾച്ചറൽ അക്കാദമി തിരിച്ചറിയും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടി ഞാൻ ഈ പ്രഭാവർമ്മയെ ഒന്നുകൂടി അഭിനന്ദിക്കട്ടെ. ഏതൊരു നാടും നിലനിൽക്കുന്നത് അവിടെ കവികൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് നമ്മളൊക്കെ ഒരുപാട് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ ചെറിയ വാക്കുകളിൽ, കഴിയുമെങ്കിൽ നാം പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കാതെ രൂപകങ്ങളുടെ ഭാഷയിൽ പറയുന്നു എന്നുള്ളതാണ് കവികളുടെ പ്രത്യേകത. അതുകൊണ്ട് ഈ അധികം വർത്തമാനം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് അസംബന്ധമാണെന്നും, വാക്കുകളുടെ അനേകം വാക്കുകളെ ഒരു വാക്കിലേക്ക് ചുരുക്കിയെടുക്കുന്ന അസാധാരണമായ ഒരു വിദ്യ പ്രയോഗിക്കുകയാണ് നല്ലത്. അതായത് യഥാർത്ഥത്തിലുള്ള ആശയവിനിമയം നടത്തുന്നതിന് വാക്കുകൾ കുറച്ചു പറയുകയാണ് നല്ലതെന്നുമാണ് കവികൾ നമ്മോട് അന്ന് തൊട്ട് ഇന്നുവരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാള കവിതയുടെ ചരിത്രത്തിൽ അത് ഉണ്ടായ കാലം മുതൽ തന്നെ 2 ധാരകളുണ്ട്. ഒന്ന് പാടുന്നതിൻ്റെ ധാരയാണ്, ആ ധാര ഇന്ന് തുടർന്നു വരുന്നുണ്ട്. മറ്റത് പറയുന്നതിൻ്റെ ധാരയാണ്. അത് കുഞ്ചൻനമ്പ്യാർ മുതൽ ഇങ്ങനെ തുടങ്ങുകയാണ്. ഉണ്ണായി വാര്യരിലും ഒക്കെ തുടരുന്ന പറച്ചിലിന്, ഗദ്യത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു ധാര. മറ്റേത് തുഞ്ചത്തെഴുത്തച്ഛനിൽ തുടങ്ങുന്ന ആലാപനത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു ധാര. ആ ധാരയിലെ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന കവികളിൽ ഒരാളാണ്, അതായത് എഴുത്തച്ഛനിൽ തുടങ്ങുന്ന മലയാളത്തിലെ കാവ്യാത്മക പാരമ്പര്യത്തിൻ്റെ ഇങ്ങേത്തലയ്ക്കൽ നിൽക്കുന്ന കവികളിൽ ഒരാളാണ് ശ്രീ പ്രഭാവർമ്മ.
വർമ്മയുടെ കവിതയുടെ പ്രത്യേകത, ഞാൻ വർമ്മയോടാണ് ഈ ചടങ്ങിന് ആശംസ നേരിടണമെന്നാണ് എന്നോട് പറഞ്ഞതെങ്കിലും ഞാൻ പ്രഭാവർമ്മയ്ക്കാണ് പ്രധാനമായിട്ടും ആശംസ നേരുന്നത്. വർമ്മയുടെ കവിതയുടെ സവിശേഷത, നമ്മുടെ കവിതയിലെ ഏറ്റവും മനോഹരമായ രൂപം ലിറിക് ആണ്, അല്ലെ ഭാവഗീതം എന്ന് പറയുന്നത്. ഭാവഗീതം എല്ലായ്പ്പോഴും ഒരാൾ അയാളെക്കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ എന്ന് പറഞ്ഞ ഒരു പുരുഷനോ സ്ത്രീയോ ഒരു ഉത്തമ പുരുഷൻ അതിനകത്ത് നിന്ന് ഒരു ഫസ്റ്റ് പേഴ്സൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം ആത്മത്തെക്കുറിച്ച്, അഹത്തെക്കുറിച്ച് സംസാരിക്കുന്ന കവിത. ചങ്ങമ്പുഴയിൽ നമ്മൾ കണ്ടത് അതാണ്. കാൽപ്പനിക കവികളിൽ കണ്ടതെല്ലാം ആ ഞാൻ എന്ന് പറഞ്ഞ ആളിനെ, ഈ ഞാൻ്റെ ആത്മഭാഷണങ്ങളാണ്, ഞാൻ തൻ്റെ ഉള്ളിനെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എല്ലാ ലിറിക്കുകളിലും ഭാവഗീതങ്ങളിലുമുള്ളത്. ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം വായിക്കുന്ന ആളുകൾ മുഴുവൻ ഇത് ഞാൻ തന്നെയാണ് പറയുന്നത് എന്ന് തിരിച്ചറിയുന്നു. അത് ഈ പഴയ ലിറിക്കിൻ്റെ രൂപത്തെ മാറ്റിപ്പണിഞ്ഞ കവികളിൽ ഒരാളാണ് പ്രഭാവർമ്മ. അതാണ് പ്രഭാവർമ്മയ്ക്ക് മലയാള കാവ്യചരിത്രത്തിലുള്ള പ്രാധാന്യം. അതായത് ഈ പഴയ ഇതിൽ ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ഹൃദയവികാരങ്ങളെക്കുറിച്ചും മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ കാവ്യപുരുഷനാണ് ലിറിക്കിൻ്റെ പാരമ്പര്യത്തിലുള്ളതെങ്കിൽ പ്രഭാവർമ്മ അതിനെ, ഈ ഞാൻ എന്ന് പറഞ്ഞ കാവ്യപുരുഷനെ പല സ്ഥാനങ്ങളിലേക്ക്, അത് സ്വന്തം അനുഭവത്തിൻ്റെ മാത്രമല്ല മറ്റനേകം ആളുകളുടെയും സംഭവങ്ങളുടെയും ഒക്കെ അനുഭവ ലോകത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും അവിടെയൊക്കെയും ഈ ഞാൻ എന്ന കാവ്യകർത്തൃത്വത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്ത് ലിറിക്കിന് പുതിയ ഒരു ഭാവഭേദം അല്ലെങ്കിൽ ലിറിക്കിന് ഒരു പാഠാന്തരം നൽകി എന്നതാണ് കവിതയുടെ ചരിത്രം മുൻനിർത്തി പരിശോധിക്കുമ്പോൾ വർമ്മയുടെ കവിതയെക്കുറിച്ച് പറയാനുള്ളത്. വർമ്മയുടെ ഒരുപാട് പ്രസിദ്ധങ്ങളായ കാവ്യങ്ങൾ, പ്രത്യേകിച്ചും ആളുകൾക്കൊക്കെയും കൂടുതൽ പ്രശസ്തിയോ താല്പര്യമോ ഉള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘമായ ആഖ്യാനാത്മക കാവ്യങ്ങളിലാണ്. ഇപ്പോൾ ശ്യാമമാധവം പോലുള്ള നീണ്ട കാവ്യങ്ങളോട് ആളുകൾക്ക് ഒരു പ്രത്യേകം മമതയുണ്ട്. ഈ ആഖ്യാന കാവ്യത്തിൽ നിന്ന് മാറ്റി ഒറ്റക്കവിതകളിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കാവ്യശക്തി ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മണൽക്കയർ എന്നൊരു കവിതയുണ്ട്. മണൽക്കയർ എന്നൊരു കവിതയിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: മണലുകൊണ്ട് ഒരു കയർ പിരിച്ച് ആ കയർ കൊണ്ട് കടലലകളെ കെട്ടി മഞ്ഞുകൊണ്ട് അതിന് തീ കൊളുത്തുകണം, അതിൽ ചൂട് കായണം എന്ന്. മണൽ കൊണ്ടൊരു കയർ പിരിച്ച് ആ കയർ കൊണ്ട് കടലലകളെ കെട്ടിവരിഞ്ഞ് മഞ്ഞുകൊണ്ടതിന് തീ കൊടുത്ത് ആ ചൂടിൽ തീ കായുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു പ്രവർത്തനമാണ്. ഈ അസാധ്യത യഥാർത്ഥത്തിൽ കവിതയെക്കുറിച്ചുള്ള ഒരു രൂപകമോ ഒരു അലിഗറിയോ ആണ്. ഇതാണ് കവിത എഴുത്ത്. നാം ഉപയോഗിക്കുന്ന വാക്കുകൾ കവിതയ്ക്ക് പറ്റിയതല്ല. നിത്യഭാഷണത്തിൻ്റെ, നിത്യജീവിതത്തിൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ വാക്കുകളുടെ പ്രത്യേകമായ ഒരു രാസവിദ്യ ഉണ്ടാക്കുകയും അത് മണൽ കൊണ്ട് കയർ നിർമ്മിക്കുന്നത് പോലെ, ആ കയർ കൊണ്ട് കടലലകളെ കെട്ടുന്നത് പോലെ, അതുകൊണ്ട് മഞ്ഞിന് കൊണ്ട് തീ കൊടുക്കുന്നത് പോലെ അതിസങ്കീർണവും സാന്ദ്രവുമായ ഒരു പ്രവർത്തനവുമാണ് കാവ്യരചന എന്നാണ് അതിലൂടെ പ്രഭാവർമ്മ പറയുന്നത്. ഇത് വർമ്മയുടെ മുഴുവൻ കവിതകളിലും കാണാം. ഈ കവിതകളിലും മുഴുവൻ ശ്രദ്ധിച്ചാൽ വർമ്മ ഉപയോഗിക്കുന്ന പദാവലി നമ്മുടെ നിത്യജീവിതത്തിലെ പദാവലിയല്ല, അത് അങ്ങേയറ്റം രാഗാത്മകമാണ്, സംസ്കൃതബദ്ധമാണ്. നമ്മുടെ കാവ്യപാരമ്പര്യത്തിൽ നിന്നെടുത്ത വളരെ ശ്രേഷ്ഠമായ ഈ തുഞ്ചത്തെഴുത്തച്ഛൻ മുതലേ തുടങ്ങുന്ന ഒരു കാവ്യപാരമ്പര്യം അതിനകത്തോട്ട് തുടിക്കുന്നുണ്ട്. ഇത് വർമ്മ ഇപ്പോഴും ഇത് തുടർന്നു പോരുന്നു എന്നുള്ളതാണ്. കാരണം ഈ കാലത്ത് ഇങ്ങനെ കവിത എഴുതുക വളരെ ആപൽക്കരം ആണ്. കാരണം ഇന്ന് കവി ആയിരിക്കുക പോലും വളരെ ആപൽക്കരമായി മാറിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും കവിത എഴുതിക്കളയും എന്ന് പറഞ്ഞ വളരെ അപകടകരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് നോക്കിയാൽ അറിയാം. സാമൂഹ്യ മാധ്യമങ്ങൾ എഴുതുന്നത് വളരെ നല്ലത്, നമ്മൾ കടലാസിൽ അച്ചടിച്ച് അത്രയും വനനശീകരണം നടത്തേണ്ടതില്ല. പക്ഷേ സാമൂഹ്യ മാധ്യമങ്ങളിൽ എഴുതി ആളുകളുടെ എല്ലാം കയ്യടി നേടിയിട്ട് അത് പുസ്തകമായിട്ട് അച്ചടിച്ചിറക്കുന്നു. പക്ഷെ നമ്മൾ എഴുതുന്നതെല്ലാം കവിതയാണെന്ന് അവകാശപ്പെടാനുള്ള അസാധാരണമായ ധൈര്യം നിലനിൽക്കുന്ന ഒരു ലോകത്ത് കവിയായിരിക്കുക ആപൽക്കരമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടാമത്തെ കാര്യം. കവിയുടെ എഴുത്തുകാരൻ്റെയൊക്കെ ജാതി നോക്കി ആളുകളെ വിചാരണ ചെയ്യാനുള്ള ഒരു പുതിയ പ്രവണത കൂടി നമ്മുടെ സാഹിത്യ രംഗത്ത്, സാമൂഹിക രംഗത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാലത്ത് ഈ സ്ഥാനപ്പേരും വെച്ചുകൊണ്ട് പ്രഭാവർമ്മ അതും ഈ പാരമ്പര്യത്തെ വിടാതെ തന്നെ ആധുനികമായി എഴുതാനുള്ള ശൈലി പിന്തുടരുന്നു എന്നുള്ളതും വളരെ സാഹസികമായൊരു പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത്തരം വിചാരണകളെ അതിജീവിക്കേണ്ടി വരുന്ന ഒരു കാലത്തും കവിത അതിൻ്റെ ഏറ്റവും ജൈവമായ പാരമ്പര്യത്തെയും ഏറ്റവും ആധുനികമായ പുതിയ സൂക്ഷ്മ വികാരങ്ങളെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഏറ്റവും വലിയ
പ്രത്യേകതയാണ്. ഒരുപക്ഷെ കാൽപ്പനിക ചാരുതയും ലിറിക്കിൻ്റെ ഭാവഗീതാത്മകതയുടെ ഏറ്റവും അതിസൂക്ഷ്മമായ സാന്ദ്രതയുമുള്ള ഒട്ടേറെ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നിന്നെ മറക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞ ഒരൊറ്റ കവിതയെക്കുറിച്ച് മാത്രം ഞാൻ പറയാം. നിന്നെ മറക്കുന്നത് എങ്ങനെയെന്നൊരു കവിതയിൽ 7-8 ഖണ്ഡങ്ങളേ ഉള്ളൂ. ഈ എല്ലാ ഖണ്ഡങ്ങളിലും ഒരു അജ്ഞാത ശത്രുവിനോടാണ് പ്രഭാവർമ്മ സംസാരിക്കുന്നത്. എൻ്റെ ജീവിതത്തെ പൊള്ളിച്ചു പോയ എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എടുത്ത് ശത്രുക്കൾക്ക് ചോർത്തി കൊടുത്ത നിന്നെ ഞാൻ മറക്കുന്നത് എങ്ങനെ, ഇങ്ങനെ ഓരോന്നായി തൻ്റെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾക്ക് മുഴുവൻ കാരണക്കാരനായ ഒരു അജ്ഞാത ശത്രുവിനെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ ഏറ്റവും അവസാനം എങ്കിലും ഈ സ്നേഹം എന്നൊരു സാധനം ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ മറക്കുന്നതെങ്ങനെ. കാരണം ഈ സ്നേഹം എല്ലാ തരം കാര്യങ്ങളെയും മായ്ച്ചു കളയുകയും നമ്മളെ എല്ലാവരെയും വീണ്ടും ഒരുമിപ്പിക്കുകയും ചെയ്യും. കവിതയുടെ വലിയൊരു ധർമ്മം അത് ലോകത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ അതിസൂക്ഷ്മങ്ങളായ വികാരങ്ങളെ ഉണർത്തുകയും നമ്മുടെ സ്നേഹാർദ്രതകളെ പ്രചോദിപ്പിക്കുകയും നമ്മുടെ രാഗമോഹങ്ങളെ ഉയർത്തുകയുമാണ് എന്നതാണ് എൻ്റെ പ്രധാന ധർമ്മം. ആ ധർമ്മം നിർവഹിക്കുന്നു എന്നുള്ളതാണ്. പാരമ്പര്യത്തിൽ നിന്ന് വിടാൻ ഒരു കാരണവശാലും പാരമ്പര്യത്തിൽ നിന്ന് വിടുകയില്ല എന്ന് നിർബന്ധ ബുദ്ധി പുലർത്തുകയും അതേസമയം ആധുനികമായ ജീവിതത്തിൻ്റെ സങ്കീർണതകളെ ആവിഷ്കരിക്കാൻ ഈ പാരമ്പര്യത്തിൻ്റെ കാവ്യശൈലി ഉപയോഗിക്കുകയും മലയാളത്തിലെ ഭാവഗീതാത്മക പാരമ്പര്യത്തെ, മലയാള കവിത ഏറ്റവും സുപ്രധാനമായ ഒന്നാണ് ലിറിക്. കാരണം ONVയും സുഗതകുമാരിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഭംഗി വരുത്തിയ ആ ലിറിക്കൽ പാരമ്പര്യത്തെ വലിയൊരു എക്സ്റ്റൻറ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയും ചെയ്തിരിക്കുന്ന കവിയാണ് പ്രഭാവർമ്മ. അദ്ദേഹത്തിന് ഈ പുരസ്കാരം അർഹിക്കുന്ന പുരസ്കാരമാണ്. കാരണം മലയാള കവിതയിൽ ONV ഉണ്ടാക്കിയ ഒരു പ്രത്യേകതരം ഭാവുകത്വത്തിൻ്റെ ആ വംശത്തിൽപ്പെടുന്ന, ആ വംശത്തിൽ ഇങ്ങേയറ്റത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ വംശത്തിൽ തന്നെ അംഗമായ കവിയാണ്. അതുകൊണ്ട് ഈ പുരസ്കാരം അർഹിക്കുന്ന കരങ്ങളിലാണ് നിങ്ങളെ ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. നന്ദി സർ. ഇനി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ONV സാഹിത്യ പുരസ്കാര ജേതാവ് ശ്രീ പ്രഭാവർമ്മയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദ്യനായ അടൂർ ഗോപാലകൃഷ്ണൻ സാറ്, ശ്രീ രാജ്മോഹൻ സാറ്, പ്രിയപ്പെട്ട അന്നപൂർണ, എനിക്കേറെ സ്നേഹവും ആദരവുമുള്ള ഡോക്ടർ PK രാജശേഖരൻ, പ്രിയപ്പെട്ട EM നജീബ്, സനിൽകുമാർ, മറ്റ് പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരെ, ONV സാറിൻ്റെ സ്നേഹസ്പർശമായി, അനുഗ്രഹവർഷമായി ഞാൻ ഈ പുരസ്കാരം സ്വീകരിക്കുന്നു. ഒരുപാട് പേരുടെ വലിയ മനസ്സുകൾ ഇതിന് പിന്നിലുണ്ട് എന്നെനിക്കറിയാം. ആ സുമനസ്സുകൾക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. ജൂറി അധ്യക്ഷയായ ഡോക്ടർ M ലൈലാവതി ടീച്ചറുണ്ട്, ജോർജ് ഓണക്കൂർ സാറുണ്ട്, ആലങ്കോട് ലീലാകൃഷ്ണനുണ്ട്. അവർ മുതൽ ഇങ്ങോട്ട് ONV സാറിൻ്റെ ധർമ്മപത്നിയായ സരോജിനി ടീച്ചർ അടക്കം എത്രയോ പേരുണ്ട്. അവരുടെയൊക്കെ തെളിഞ്ഞ മനസ്സ് ഞാൻ ഈ പുരസ്കാരത്തിൽ പ്രതിഫലിച്ച് കാണുന്നു. അവർക്കെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ONV സാറിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളമായി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സാറിൻ്റെ മരണാനന്തരവും ആ കാവ്യസാന്നിധ്യം എൻ്റെ ജീവിതവ്യവും എൻ്റെ കാവ്യയാത്ര സുഗമവും ആക്കുന്നതായി ഞാൻ കരുതുന്നു. സാറിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹസാഫല്യം കൂടിയാണ് എൻ്റെ ഈ പുരസ്കാര ലബ്ധി എന്ന് തന്നെ കരുതുകയാണ് ഞാൻ. അതല്ലെങ്കിൽ ഇതിൻ്റെ സംഘാടനത്തിന് ചുമതലപ്പെട്ടിറങ്ങാൻ ബാധ്യതയുള്ള എന്നിലേക്ക് ഈ പുരസ്കാരം വരുമായിരുന്നില്ലല്ലോ. 1987 ഞാൻ ONV സാറിനെ ആദ്യമായി കാണുന്നത്. വടകരയിൽ പ്രഥമ VT കുമാരൻ മാസ്റ്റർ സ്മാരക അവാർഡ് വാങ്ങാനായി ചെന്നതായിരുന്നു. ഞാൻ അവിടെ ചെന്ന ഉടൻ അന്ന് PSC മെമ്പർ ആയിരുന്ന KP വാസുമാഷ് എന്നോട് പറഞ്ഞു, പ്രഭാവർമ്മ വന്നുവോ എന്ന് ONV ഇടയ്ക്കിടയ്ക്ക് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടിട്ടാവാം ബാക്കിയെല്ലാം. ഞാൻ വാസുമാഷോടൊപ്പം ONV സാറിൻ്റെ അടുത്തേക്ക് പോയി. ആദ്യമായി ONV സാറിനെ ഞാൻ കണ്ടത് അന്നാണ്. VT കുമാരൻ മാസ്റ്റർ അവാർഡിൻ്റെ ജഡ്ജിങ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ONV സാറായിരുന്നു. ചെന്ന് കണ്ട ഉടൻ സാർ എൻ്റെ കവിതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. തുടർന്ന് അത് കവിതയുടെ
അന്നത്തെ ഒരു അവസ്ഥയെക്കുറിച്ച്, ആ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നും ഇന്നും വന്നിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാം. കവിതയുടെ അവസ്ഥയെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട ജിജ്ഞാസകളെക്കുറിച്ച്, ഉത്കണ്ഠകളെക്കുറിച്ച് ഒക്കെ ദീർഘമായി സംസാരിച്ചു. ഇടയ്ക്ക് ഞാനൊരു വാക്കുകൊണ്ടോ മറ്റോ ഇടപെട്ടു. സാറാകട്ടെ അനർഗളമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അത് വേദിയിലല്ല, ഒരു മുറിക്കുള്ളിലായിരുന്നു എന്നെടുത്തു പറയണം. ആ മുറിക്കുള്ളിൽ ON സാർ കവിതയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, കവിതയോട് എത്രയേറെ സർഗാത്മകമാംവിധം പ്രതിബദ്ധമായൊരു മനസ്സിൻ്റെ ഉടമയാണ് ഈ മഹാകവി എന്നതാണ്. അവാർഡ് ദാനം നിർവഹിക്കേണ്ട സുകുമാർ അഴീക്കോട് മാഷും KP വാസു മാഷും അന്ന് കേൾവിക്കാരായി ഒപ്പം ഉണ്ടായിരുന്നു. ഇന്ന് തിരിഞ്ഞ് നിന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. സാർ എന്നോട് എന്നും കാട്ടിയിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളുടെ അടിസ്ഥാനം എൻ്റെ കവിതയോടുള്ള ഇഷ്ടം തന്നെയായിരുന്നു. എൻ്റെ കവിതയിലേക്ക് വരികയായിരുന്നില്ല സാർ, മറിച്ച് എൻ്റെ കവിത കണ്ട് എന്നിലേക്ക് എത്തുകയായിരുന്നു. എന്നെ കണ്ട് എൻ്റെ കവിതയിലേക്ക് വരികയായിരുന്നില്ല, മറിച്ച് എൻ്റെ കവിത കണ്ട് എന്നിലേക്ക് എത്തുകയായിരുന്നു. ആ സ്നേഹവായ്പ് എനിക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യം വരെയും അനുഭവിക്കാനായി. ONV സാറ് അഹങ്കാരിയാണെന്നും പരുഷമായി സംസാരിക്കൂ എന്നുമൊക്കെ സാഹിത്യരംഗത്തെ തന്നെ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. എന്നാൽ വെണ്ണ പോലെ മൃദുവായ വാക്കും മുഖവും മനസ്സുമായേ ഞാൻ ONV സാറിനെ കണ്ടിട്ടുള്ളൂ. അല്പമെങ്കിലും പരുഷമായ ഒരു വാക്കോ ഭാവമോ ഞാൻ അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. കോളേജ് ക്ലാസ്സിലിരുന്ന് ONV സാറിൻ്റെ കവിതകൾ പഠിച്ചിട്ടുണ്ട് ഞാൻ. അഗ്നിശലഭങ്ങളിലെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉജ്ജ്വല മുഹൂർത്തത്തെ വിളിച്ചുണർത്താൻ കാറ്റായി കടലായി കാർമേഘമായി ഈ അനന്തമാം കൂരിരുട്ടിൽ ഞാൻ അലയുന്നു, ഈ അഗ്നിശലഭങ്ങൾ എൻ തപ്ത ഹൃസ്പന്ദങ്ങൾ എന്നൊക്കെയുള്ള ഭാഗങ്ങൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ ആ കവിതയ്ക്ക് പിന്നിലുള്ളത് തീർത്തും അപ്രാപ്യമായ ഒരു സ്വപ്ന ബിംബമാണ് എന്ന തോന്നലായിരുന്നു എനിക്ക്. പിൽക്കാലത്ത് ആ സ്വപ്നബിംബം പടിയിറങ്ങി വന്നു എൻ്റെ മനസ്സിലേക്ക്. ഒരു ശിഷ്യൻ്റെ മനസ്സോടെ മാത്രം സമീപിച്ചിട്ടുള്ള എന്നെ അദ്ദേഹം തൻ്റെ 3 കൃതികൾക്ക് അവതാരിക എഴുതാൻ നിയോഗിക്കുന്നിടത്തേക്ക് വരെ എത്തി. അത് എന്നോട് കാട്ടിയ ഒരു സവിശേഷ പരിഗണനയായേ ഞാൻ അതിനെ എന്നും കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന് സമശീർഷരായി എത്രയോ പ്രഗത്ഭരുണ്ടായിരുന്നു, അക്കാദമിക് പണ്ഡിതരുണ്ടായിരുന്നു. അവരെയൊക്കെ കടന്ന് എന്നിലേക്ക് എത്തിയപ്പോൾ ഞാൻ വിസ്മയിച്ച് നിന്നു എന്നതാണ് സത്യം. ആദ്യം അവതാരി എഴുതിയത് അദ്ദേഹത്തിൻ്റെ സിനിമ, നാടക, ലളിതഗാനങ്ങളുടെ ബൃഹത് സമാഹാരമായ മാണിക്യ വീണയ്ക്കാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രബന്ധ സമാഹാരം സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനുള്ള അവതാരിക എഴുതി. ഒടുവിൽ ONV സാറിൻ്റെ അവസാന കാവ്യ സമാഹാരമായ സൂര്യൻ്റെ മരണം എന്ന പുസ്തകത്തിനും. സൂര്യൻ്റെ മരണത്തിന് അവതാരിക എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, സർ, സാറിൻ്റെ 2 പുസ്തകങ്ങൾക്ക് ഞാനല്ലേ അവതാരിക എഴുതിയത്? 3ാമത്തേതിനും ഞാൻ തന്നെ എഴുതിയാൽ അതിൽ ഒരു അനൗചിത്യമില്ലേ, ഒരു അഭംഗിയില്ലേ? സാറിൻ്റെ മറുപടി ഇതായിരുന്നു, ഭംഗിയും അഭംഗിയും ഒന്നും നോക്കണ്ട. ആ കവിത വായിച്ചിട്ട് വർമ്മയ്ക്ക് മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് കുറിച്ചു വെച്ചാൽ മതി. വർമ്മയുടെ അവതാരികയുമായി ആ പുസ്തകം ഇറങ്ങൂ. ഒരു കാര്യം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, അവതാരിക പ്രശംസാപരമാവരുത്. കവിതയിലെ നിലപാടുകൾ മുൻനിർത്തി ഉള്ളതാവണം. കവിതയുടെ ശില്പഭംഗി അതുണ്ടെങ്കിൽ അത്, ഭാവഭംഗി അതുണ്ടെങ്കിൽ അത്, അതിനെക്കുറിച്ച് ഒക്കെ പറയാം. അതില്ലെങ്കിൽ അതില്ല എന്ന കാര്യവും പറയാം. അതിശയോക്തിയുടെ സ്പർശമേ വേണ്ട എന്നും വിയോജനാഭിപ്രായമുണ്ടെങ്കിൽ അത് എഴുതാം എന്നും അദ്ദേഹം പറഞ്ഞു. ഈ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് അവതാരിക എഴുതാൻ ആവശ്യപ്പെട്ടിട്ടില്ല 5-6 ഡസൻ പുസ്തകങ്ങൾക്ക് അവതാരിക എഴുതിയിട്ടുള്ള എന്നോട് മറ്റൊരാളും ഇതേവരെ. സ്നേഹബഹുമാനങ്ങളുള്ള ഒരാൾ എന്ന നിലയ്ക്കല്ല എന്നെ ആ ചുമതല ഏൽപ്പിക്കുന്നത് എന്നും സാറിൻ്റെ കവിത മനസ്സിലാക്കാൻ തക്കവിധമുള്ള സമാന ഹൃദയത്വമാണ് മാനദണ്ഡമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ആ വാക്കുകൾ. പൊതുവെ പ്രസാദാത്മകതയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്നവയാണ് ONV കവിതകൾ എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ സൂര്യൻ്റെ മരണത്തിൽ പരക്കെ മരണത്തിൻ്റെ കരിനിഴൽ പടർന്നു നിൽക്കുന്നു. ഹൊറേഷ്യസ് ബോണറുടെ ഒരു ഉദ്ധരണി അതിൽ ചേർത്തിരുന്നു, ഫിനിഷ് തൈ വർക്ക്, ദ ടൈം ഈസ് ഷോർട്ട്, ദ സൺ ഈസ് ഇൻ ദ വെസ്റ്റ്, ദ നൈറ്റ് ഈസ് കമ്മിങ് ഡൗൺ തുടങ്ങിയ വരികൾ ആണ് അതിലുണ്ടായിരുന്നത്. സ്വന്തം കവിതകളിലും ഇതേപോലെയുള്ള ചിന്തകൾ. സഹപഥികരെല്ലാം കൊഴിഞ്ഞുപോയി,
ഏകാന്ത സഹനസത്രത്തിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു എന്ന വരി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എന്തേ ഈ വിഷാദാത്മകത എന്ന് ഞാൻ ചോദിച്ചു. ലോകം ശോകഹതം ച സമസ്തം എന്നതായിരുന്നു മറുപടി. തുടർന്ന് അല്പസമയം അദ്ദേഹം മൗനത്തിലാണ്ടു. അവതാരികയുടെ കാര്യം ഓർമ്മിക്കുമ്പോൾ മറ്റൊരു സന്ദർഭം കൂടി മനസ്സിൽ വരുന്നു. കമല സുരയ്യ പുരസ്കാരം ഏറ്റുവാങ്ങാൻ വേണ്ടി സാർ തൃശ്ശൂരിലേക്ക് പോകുന്നു. ആ ചടങ്ങിൽ ആശംസാപ്രസംഗം നടത്താൻ എനിക്കും പോകേണ്ടതുണ്ടായിരുന്നു. വിമാനത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് നെടുമ്പാശ്ശേരിയിലേക്ക്, അവിടെ നിന്ന് കാർ മാർഗം തൃശ്ശൂരിലേക്ക് അങ്ങനെ പോകാനാണ് നിശ്ചയിച്ചിരുന്നത്. വിമാനത്താവളത്തിൻ്റെ വെയിറ്റിംഗ് ലോഞ്ചിലിരിക്കുമ്പോൾ സാർ എന്നോട് ചോദിച്ചു, ഒറ്റയൊറ്റ കവിതകളല്ലാതെ കാവ്യാഖ്യായിക പോലുള്ള ബൃഹത്തായ കൃതികളുടെ രചനയിലേക്ക് കടക്കണമെന്ന് ഞാൻ പലതവണ പറഞ്ഞിരുന്നു. ആ വഴിക്ക് ചിന്തിക്കുന്നില്ലേ? ഞാൻ സാറിത് ചോദിക്കുമ്പോൾ എൻ്റെ ബ്രീഫ് കേസിൽ ശ്യാമമാധവത്തിൻ്റെ DTP പ്രിൻ്റ് ഉണ്ടായിരുന്നു. ശ്യാമമാധവത്തെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചല്ലോ. അതിൻ്റെ DTP പ്രിൻ്റ് ഉണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ട് സർ എന്ന് പറഞ്ഞുകൊണ്ട് 15 അധ്യായങ്ങളുള്ള ശ്യാമമാധവം ഞാൻ നീട്ടി. അത് വാങ്ങിയ അദ്ദേഹം വിമാനത്തിലുമായി അത് വായിച്ചു തീർത്തു. വായന തുടങ്ങിയപ്പോൾ മുതൽ വായന അവസാനിക്കുന്നത് വരെ എന്നോട് സംസാരിച്ചതേയില്ല. വായന പൂർത്തിയായപ്പോൾ അഭിനന്ദനപൂർവ്വം അദ്ദേഹം എന്നോട് പറഞ്ഞു, കവിത മനസ്സിലാവുന്ന ആരെക്കൊണ്ടെങ്കിലും ഒരു അവതാരിക എഴുതിക്കണം. ലീലാവതി ആയാൽ നന്നാവും. ലീലാവതി ടീച്ചർ എൻ്റെ ചന്ദനനാഴി എന്ന കാവ്യസമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് വിശദീകരിച്ചു. ഒരു വ്യക്തിയെക്കൊണ്ട് 2 തവണ അല്ലെങ്കിൽ 2 കൃതിക്ക് അവതാരിക എഴുതിക്കുന്ന ഒരു രീതി എനിക്ക് അത്ര തൃപ്തികരമായി തോന്നുന്നില്ല സർ. അതിനെ തുടർന്ന് ON സാറ് പറഞ്ഞ ഇതാണ്, ഞാൻ വർമ്മയുടെ ഒരു സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. എൻ്റെ ആദ്യ കാവ്യ സമാഹാരത്തിന് സൗവർണികയ്ക്ക് ON സാറാണ് അവതാരിക എഴുതിയത്. ഞാനൊരു കാവ്യ സമാഹാരത്തിന് അവതാരിക എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് കൂടി ഞാൻ അവതാരിക എഴുതിയാലോ? എന്തൊരു വലിയ ദയാവായ്പാണ്. എൻ്റെ പുസ്തകത്തിന് അവതാരിക എഴുതാമെന്ന് സാർ ഇങ്ങോട്ട് പറയുക. എനിക്കറിയാം, അപ്പോൾ സാറിൻ്റെ വീട്ടിൽ തന്നെ അവതാരിക എഴുതി കിട്ടാൻ വേണ്ടി നിരവധി ആളുകൾ നിത്യേന എന്നോണം ചെല്ലുന്നുണ്ടെന്നും അവരുടെ പുസ്തകങ്ങളൊക്കെ കെട്ടുകെട്ടായി അവിടെ വെച്ചിട്ടുണ്ടെന്നും എനിക്കറിയാം. അതൊക്കെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയാലോ എന്ന് ON സാർ ചോദിച്ചത്. അമ്പരപ്പോടെ, അതായത് സന്തോഷത്തെ കടന്നു നിൽക്കുന്ന അമ്പരപ്പോടെ ഞാൻ പറഞ്ഞു, സാർ എഴുതുമെങ്കിൽ അത് വലിയ അനുഗ്രഹമാകും എനിക്ക്. ആ അവതാരിക ON സാർ ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്: ഒരവതാരികയിലൂടെ ഈ വിശിഷ്ട കൃതിയുമായി ബന്ധപ്പെടുവാൻ എനിക്ക് അവസരം തന്ന പ്രഭാവർമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എത്ര ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരാളാണ് ഇത്ര എളിമയോടെ എഴുതിയത്. സാറ് ഇടയ്ക്കിടെ ആവർത്തിക്കുമായിരുന്നു, ലെറ്റ് ഹ്യൂമിലിറ്റി ബി ദൈ ക്രൗൺ. അവതാരിക എഴുതി തന്നിട്ട് അതിൽ തൃപ്തി വരാത്ത സാർ എൻ്റെ സുഹൃത്ത് S. നാസറുമായി സംസാരിച്ച ശേഷം ഒരു കൂട്ടിച്ചേർക്കൽ കൂടി അതിന് വേണമെന്ന് നിർദ്ദേശിച്ചു. ആ കൂട്ടിച്ചേർക്കൽ കൂടി ഉൾപ്പെട്ടതാണ് ശ്യാമമാധവത്തിൻ്റെ അവതാരിക. ഞങ്ങൾ തമ്മിലുള്ള അവതാരിക ബന്ധം ഇവിടെയും തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിയോഗശേഷവും അത് തുടരുന്നു എന്നതാണ് സത്യം. നിര്യാണത്തെ തുടർന്നുള്ള ഘട്ടത്തിൽ പഴയ പല്ലക്ക് എന്നൊരു കാവ്യാഖ്യായിക അദ്ദേഹത്തിൻ്റേതായി പ്രസിദ്ധീകൃതമായി. ON സാറ് നേരത്തെ എഴുതി വെച്ചിട്ട് പോയതാണ്, എന്നാൽ അത് പുസ്തക രൂപത്തിൽ വന്നിരുന്നില്ല. ആദ്യം അത് ഭാഷാഭൂഷണിയിൽ അച്ചടിച്ചു വന്നു. തുടർന്ന് അത് പുസ്തകമാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ പുസ്തകത്തിന് അവതാരിക എഴുതാൻ ചുമതലപ്പെട്ടതും ഞാനാണ്. ഈ അവതാരിക ബന്ധം അവിടെയും തീരുന്നില്ല, ഇപ്പോഴും തുടരുന്നു. ഇപ്പോൾ ഞാൻ ON സാറിൻ്റെ മറ്റൊരു കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5ാമത്തെ അവതാരിക. DC ബുക്സ് ON പ്രണയ കവിതകൾ എന്ന ശീർഷകത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന് അവതാരിക എഴുതാൻ DC ബുക്സ് എന്നോടാണ് ആവശ്യപ്പെട്ടത്. അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അടുത്ത മാസം ആദ്യം ആ പുസ്തകം ഇറങ്ങും. ON സാറ് എന്നേക്കുമായി പോയി മറഞ്ഞതായൊന്നും തോന്നുന്നതേയില്ല. എങ്ങും പോയിട്ടില്ല. ഈ മലയാളക്കരയെ വിട്ട്, ഈ മലയാള മനസ്സിനെ വിട്ട് എവിടേക്ക് പോവാൻ? മനസ്സിൽ ON സാറിൻ്റെ മുത്തച്ഛൻ എന്ന കവിതയിലെ ഈരടികളാണ് വന്നു നിറയുന്നത്. എവിടേക്കു പോകുവാൻ മുത്തച്ഛൻ, നമ്മെ വിട്ട് എവിടേക്കു പോകാനാണല്ലേ ഉണ്ണി. അവസാനകാല കവിതകളിൽ ഒന്നാണ് ഇത്. ഇവിടെ ഈ ഉമ്മറത്തില്ലെങ്കിലും
ഇവിടെ എവിടെയോ നിന്നെന്തോ ചെയ്യുകയാവാം എന്ന ഒരു തോന്നൽ വന്ന് മനസ്സിൽ നിറയുന്നു. BJT ഹാളിൽ പ്രസംഗിച്ച് നിൽക്കുന്നുണ്ടാവാം, യൂണിവേഴ്സിറ്റിയിൽ പ്രഭാഷണം നടത്തുകയാവാം, കനകക്കുന്നിൽ കവിത ചൊല്ലുകയാകാം, അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിൽ മലയാള ഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്യുകയാകാം. ഇങ്ങനെയൊക്കെ കരുതാനേ തോന്നുന്നുള്ളൂ. മനസ്സിൽ നിന്ന് ഒരു നിമിഷം പോലും ആ മുഖം മാഞ്ഞു പോകുന്നില്ല. വിട പറഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞ ഘട്ടത്തിലും ഇവിടെയൊക്കെ ഉണ്ട് എന്ന് തന്നെ തോന്നുന്നു. ഈ തോന്നൽ തന്നെയാണ് ONV സാർ കാലാധിപത്യമായ നിത്യഹരിത സാന്നിധ്യമാവുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. കവിതയുടെ വെണ്ണപ്പാളി എന്ന് എടുത്തു കാട്ടാവുന്ന എത്രയേറെ മാതൃകകളാണ് ആ കാവ്യലോകത്തുള്ളത്. ഒട്ടിയ മുല ചപ്പി മയങ്ങിക്കിടക്കെ കൈവിട്ടതുപോലെ ഞെട്ടി അടരും ഉണ്ണിക്കൈകൾ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒട്ടിയ മുലചപ്പി മയങ്ങിക്കിടക്കെ, കണ്ണിമാങ്ങയിൽ നിന്ന് മുലഞ്ഞെട്ടു വിട്ടടരുന്ന ചുണ്ടുമായി പതിക്കുന്ന കുഞ്ഞിലേക്ക് മനസ്സെത്ര പെട്ടെന്നാണ് ചെന്നെത്തുന്നത്. ഞാറാണെങ്കിൽ പറിച്ചു നട്ടിയിടണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ഇതാണ് കവിതയുടെ ഭാഷ. ദ പൊയറ്റിക്കൽ ലാംഗ്വേജ് ഓഫ് അൻ ഏജ് ഷുഡ് ബി ദ കറൻറ്റ് ലാംഗ്വേജ് ഹൈറ്റൻസ് എന്ന് പറയും. അതായത് കറൻറ്റ് ലാംഗ്വേജ് സമകാലിക വർത്തമാന കേവല വ്യവഹാര ഭാഷയല്ല കവിതയുടെ ഭാഷ. അതിനപ്പുറത്ത് ഭാവുകത്വത്തിൻ്റേതായൊരു ഭാഷയുണ്ട്. ആ ഭാവുകത്വത്തിൻ്റേതായ ഭാഷയിലേക്ക് ONV സാറിൻ്റെ കാവ്യ വ്യക്തിത്വം ഉയരുന്നതിന് നിദർശനങ്ങൾ എത്രയോ ഉണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. മലയാളിയുടെ പ്രണയത്തിന്, ധ്യാനത്തിന്, വിപ്ലവ മുന്നേറ്റത്തിന്, നൈരാശ്യത്തിന്, അതിജീവനത്തിന്, ഏകാന്ത വിഷാദത്തിന് കൂട്ടുപോന്നിട്ടുള്ള എത്രയോ ഗാനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റേതായി. കഥാസന്ദർഭത്തെയും ചലച്ചിത്ര ഘടനയെയും മറികടന്ന് മനസ്സിൻ്റെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പടർന്നിറങ്ങിയ ഗാനങ്ങൾ, മലയാളത്തിൻ്റെ മണവും രുചിയുമുള്ള കവിതകൾ, കേരളീയതയുടെ കനിവും നിറവുമുള്ള കവിതകൾ, ഭാഷയുടെ സംസ്കാരത്തിൻ്റെ സ്നിഗ്ധത നിലനിർത്തുകയും അതേസമയം തന്നെ ഭാവഗംഭീരങ്ങളായ ദാർശനിക മാനങ്ങളുള്ള ഇതിവൃത്തങ്ങളിലേക്ക് അനുവാചക ഹൃദയങ്ങളെ തൊട്ടുണർത്തുകയും ചെയ്തു ONV. ആദ്യത്തേതിനെ ഉപേക്ഷിച്ച് രണ്ടാമത്തേതിനെ സ്വീകരിച്ചവരും രണ്ടാമത്തേതിനെ കൈവിട്ട് ആദ്യത്തേതിൽ പരിമിതപ്പെട്ടു നിന്നവരുമുണ്ട്. എന്നാൽ രണ്ടും സമ്യക്കായി സമ്മേളിക്കുന്ന ഒരു കാവ്യ പദ്ധതിയുമായി മുമ്പോട്ട് പോയി എന്നതാണ് ONVയെ പല കവികളിൽ നിന്നും വ്യത്യസ്തനാക്കി നിർത്തുന്ന ഒരു പ്രധാന ഘടകം. ഈ പ്രക്രിയയിൽ ഭാഷയെ, ഭാവുകത്വത്തെ നവീകരിച്ചു ശക്തിപ്പെടുത്തി ONV. അങ്ങനെയാണ് ONV കവിത നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട ഈടുവയ്പായി മാറിയത്, വായനക്കാരൻ്റെ മനസ്സിൽ മായ്ക്കാനാവാത്ത സ്ഥാനം നേടിയത്. ONV എന്നത് ഒരു ഓടക്കുഴൽ വിളിയോളം ഒഴുക്കുള്ള സംഗീതാത്മകമായ ലയാത്മകമായ ഒരു പേരാണ്. എനിക്ക് തോന്നുന്നത് കാലം ഇങ്ങനെ വിളിച്ചു ONV എന്ന്. ONV തൻ്റെ കവിത കൊണ്ട് മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് അദ്ദേഹത്തിൻ്റേതായി നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സർഗാത്മകതയാൽ ധന്യമായിട്ടുള്ള വിസ്തൃതമായിട്ടുള്ള കാവ്യലോകം. അങ്ങനെ ഉള്ള കവിതകൾ കൊണ്ട് മലയാളത്തെ അനുഗ്രഹിച്ചിട്ടുള്ള അദ്ദേഹം ഈ കവിതകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകൾ അദ്ദേഹത്തിൻ്റെ കവിതയും ഗാനങ്ങളുമൊക്കെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതുതന്നെ കാലാതീതമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ, സർഗാത്മക ജീവിതത്തെ, കാവ്യ ജീവിതത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ധന്യസ്മരണയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കൈ കഴുകി തൊടേണ്ട മഹത്വമാർന്ന ഈ പുരസ്കാരം, ONV സാറിൻ്റെ നാമധേയത്തിലുള്ള ഈ പുരസ്കാരം ഞാൻ കൈകളിലേക്ക് എന്നതിനപ്പുറം എൻ്റെ മനസ്സിലേക്ക് സ്വീകരിക്കുന്നു. ചങ്ങമ്പുഴ യവനികയിൽ എഴുതിയിട്ടുണ്ട്, എത്ര കാലം തപസ് ചെയ്താലാണ് എത്തിടുന്നതൊരിക്കൽ ഈ ശബ്ദം എന്ന്. അങ്ങനെ പല കാലങ്ങൾ, പല നൂറ്റാണ്ടുകൾ തപസ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദത്തിൻ്റെ മുഴക്കം വരും കാലങ്ങളിലും ആകെ നമ്മളുടെ മനസ്സിൽ, നമ്മളുടെ കാലത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. ഈ ചടങ്ങ് സമാപനത്തോടടുക്കുകയാണ്. ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിനായി ONV കൾച്ചറൽ അക്കാദമി സെക്രട്ടറി ശ്രീ MB സനിൽകുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. എല്ലാ വർഷവും ഈ ദിനത്തിൽ 2 പുരസ്കാരങ്ങളാണ് ഞങ്ങൾ സാധാരണ സമർപ്പിക്കാറ്.
ഒന്ന് ONV സാഹിത്യ പുരസ്കാരം, ഒരെണ്ണം ONV യുവ സാഹിത്യ പുരസ്കാരം. എന്തുകൊണ്ട് യുവ സാഹിത്യ പുരസ്കാരം കൊടുത്തില്ല എന്ന് ബഹുമാന്യ ശ്രീ PK രാജശേഖരൻ അവർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. അങ്ങയുടെ അപ്പുറത്തിരിക്കുന്ന ഒരു യുവാവായതുകൊണ്ട് ഞങ്ങൾ മറ്റേ പുരസ്കാരം വേണ്ട എന്ന് വെച്ചു. ONV സാറിൻ്റെ ഓർമ്മകളിലൂടെ മനസ്സുകൊണ്ട് യാത്ര ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനരായ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. ONV കൾച്ചറൽ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 94ാമത് ONV ജയന്തിയോടനുബന്ധിച്ചുള്ള സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം. Radio Kerala 1476